ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഉപയോഗിച്ചുള്ള ഒരു ഫ്ലവറാണ്. ഇത് ലീഫാണ് അതിൻ്റെ തന്നെ. ഇത് ചെയിൻ സ്റ്റിച്ചാണ്. ഇത് ഫ്രഞ്ച് നോട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിലും ഈ സ്റ്റിച്ച് പഠിക്കാൻ പറ്റും. വളരെ മനോഹരമായിട്ട് നമ്മുടെ ബെഡ്ഷീറ്റിലും പില്ലോ കവറിലൊക്കെ ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പലർക്കും എംബ്രോയ്ഡറി തുന്നുന്ന നീഡിലിനെ കുറിച്ചുള്ള സംശയം മാറിയില്ല എന്ന് മനസ്സിലായി. ഇത് നമ്മുടെ സാധാരണ കൈത്തുന്നൽ തുന്നുന്ന സൂചിയാണ്. ഇതിൻ്റെ ഹോള് വളരെ ചെറുതാണ്. ഇതിലൂടെ നമുക്ക് 2 ഇഴ നൂല് ഇടാൻ പറ്റുകയുള്ളൂ. ഇതാണ് എംബ്രോയ്ഡറി തുന്നുന്ന നീഡിൽ. ഇതിൻ്റെ ഹോള് വലുതാണ്. ഇതിലൂടെ നമുക്ക് 6 ഇഴ നൂലിട്ട് 2ആയിട്ട് മടക്കി 12 ഇഴ നൂല് വരെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നമ്പർ 7-ാം നമ്പറാണ്. ഇതിൻ്റെ ഹോള് കണ്ടോ, വലിയ ഹോളാണ്. ഇത് ഹമ്മിങ് സ്റ്റിച്ചിൻ്റെ നീഡിലിൻ്റെ ഹോള് വളരെ ചെറുതാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2 ലൈൻ വരച്ചെടുക്കുക. നീഡിൽ ഇതുപോലെ കുത്തിയെടുക്കുക. ഇത് ആങ്കർ ത്രെഡാണ്. ഇതിൽ 6 ഇഴ നൂലുണ്ട്. മുകളിലത്തെ ലൈനിൽ നിന്ന് കുത്തി മേലോട്ടെടുത്ത് താഴത്തെ ലൈനിൽ കൂടി വലിക്കുക. ഇതാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. താഴത്തെ ലൈനിൽ കൂടി കുത്തി മുകളിലേക്കെടുത്ത് താഴത്തെ ലൈനിൽ കുത്തി മുകളിലത്തെ ലൈനിൽ കൂടി നീഡിൽ കുത്തി വലിച്ചെടുക്കുക. മുകളിൽ നിന്ന് നൂല് താഴേക്ക് കൊണ്ടുവന്ന് താഴത്തെ ലൈനിൽ കുത്തി അടിയിലൂടെ മുകളിലത്തെ ലൈനിൽ കൂടെ മുകളിലേക്ക് വലിച്ചെടുക്കുക. നൂല് ഇതുപോലെ ചുറ്റി കൊണ്ടുവന്ന് താഴത്തെ ലൈനിൻ്റെ അടിയിൽ കൂടി മുകളിലത്തെ ലൈനിൽ മുകളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. നമുക്ക് ഈ സ്റ്റിച്ച് വളരെ എളുപ്പം പഠിക്കാം. നമുക്ക് ഒരു പൂ തുന്നി നോക്കാം. ഈ റൗണ്ടിൽ നിന്ന് കുത്തി മുകളിലേക്ക് എടുത്തു. സെൻറ്ററിൽ കൂടി മുകളിലോട്ട് ലൈനിൽ കുത്തി മുകളിലേക്ക് എടുക്കുക. സെൻട്രൽ കൂടി നീഡിൽ കുത്തി അടിയിൽ കൂടി എടുത്ത് ഈ ഔട്ട്ലൈനിൽ കൂടി മുകളിലേക്ക് വലിച്ചെടുക്കുക.
ഇത് വളരെ എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പെറ്റൽസിൻ്റെ ഷേപ്പെല്ലാം വരച്ച് അതുപോലെ ചെയ്യാൻ പറ്റും. ഈ ഫ്ലവർ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഫ്ലവറാണ്. കോട്ടൻ്റെ തുണി വാങ്ങി അതിൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.